കബീർ മാഷിനെ പരിചയമുണ്ടല്ലോ. മാഷേ ഈ അടുത്ത എവിടെ വീട്? തൊട്ടടുത്ത, വളരെ അടുത്ത. പക്ഷെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? പക്ഷേ സന്തോഷമായിട്ട് പോകുന്നു. വളരെ സജീവമായിട്ടുണ്ടല്ലോ. കുറച്ച് ഗാന്ധിസമൊക്കെ പിടികൂടിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. പിടികൂടിയതല്ല, അതിൽ തന്നെയാണ്. അത് തന്നെയാണ് അല്ലെ? കുറെ പരിപാടികളുണ്ട്. ദണ്ഡിയാത്രയുടെ അനുസ്മരണവും പൂർക്കലും ഒക്കെ ആയിട്ട് ആളൊരു ഗാന്ധി തന്നെയാണല്ലോ. കാര്യം സന്തോഷമുള്ള ഒരു കാര്യം അറിയോ, ഈ ഇത്രയും കാലം പൊതുരംഗത്ത് നിന്നിട്ടും വലിയ അഴിമതി ആരോപണമോ ഒന്നുമില്ല, അങ്ങനെ ക്വാളിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ല. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വളരെ സജീവമായി നിൽക്കുന്ന ആളാണ്. തീർച്ചയായും. അത് നിരാശയുണ്ടോ? ഇല്ല, ആരോപണമൊന്നും ഉണ്ടാവാൻ ഇല്ല, സന്തോഷമുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മൾ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ടത്. മാഷ് അറിഞ്ഞല്ലോ ഈ ലഹരി പ്രശ്നം കുറച്ച് കടുത്തുപോയി. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കൊല്ലങ്ങളായി ഞങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് എടുക്കുന്നുണ്ട്. ഗാന്ധി ദർശൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടികളെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്നുണ്ട്. കോളേജുകളിലൊക്കെ പോയി സത്യം ചെയ്യിക്കുന്നുണ്ട്. മാത്രമല്ല അതോടൊപ്പം തന്നെ അച്ഛനെയും അമ്മയും ഉപേക്ഷിക്കില്ല എന്നും കൂടി സത്യം ചെയ്യിക്കുന്നുണ്ട്. ഓലി അത് കഴിഞ്ഞ് ഓ നല്ല സത്യം, ദൈവത്തെ ഓർത്താണ് സത്യം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട്. ഒരു 100-200 ചില്ലാനം സ്കൂളുകളിലും കോളേജിൻ്റെ ക്ലാസ്സുകളിലും ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ ഇറങ്ങി വരുമ്പോൾ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് കുട്ടികൾ വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു അഭിമാനകരമാണ്. മറ്റൊന്ന്, ഈ വർഷം ആരംഭിച്ച് തന്നെ ആപത്തുകളിലൂടെയാണ്. ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ 63 കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു. മകൻ അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, അച്ഛൻ മകനെ കൊന്നു, മകളെ കൊന്നു. അങ്ങനെ കൊലപാതകങ്ങളുടെ എല്ലാം ലഹരിയിലായിരുന്നു. ഈ 2 മാസത്തിനകത്ത് കണക്കാണ് പറയുന്നത്. ജനുവരി ഫെബ്രുവരി 28 ആകുമ്പോഴേക്കും 63 കൊലപാതകം നടന്നു. അവസാനം സങ്കടകരമായ കാര്യങ്ങളാണ് ഓരോന്ന് കേൾക്കുമ്പോൾ. അതെല്ലാം 4-5 കേസ് വ്യക്തിപരമായതുള്ളതല്ല, ബാക്കിയെല്ലാം ലഹരിയുടെ. ഇത് അപമാനമാണ് കേരളത്തിൽ. നമ്മളുടെ പോരായികയാണ് ശ്രദ്ധിക്കേണ്ട, കൈകാര്യം ചെയ്യേണ്ട ആളുകളുടെ വീക്ക്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ശക്തമാവും. പോരായികയാണ്. ഇപ്പൊ പോലീസ് സജീവമായിട്ടുണ്ട്, സജീവമായിട്ടുണ്ട്. പിന്നെ എല്ലാവരും കാര്യത്തിൽ സജീവമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഒരു നല്ല തുടക്കമാണ്. എന്തായാലും നമുക്കൊപ്പം മാഷും വേണം. തീർച്ചയായും. തീർച്ചയായും. താങ്ക് യു. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പൊ പേര്? നേരത്തെ ചേച്ചിയില്ലേ പറഞ്ഞു. എവിടെ താമസിക്കുന്നു? ഒരു കാര്യം കൂടെ പറയട്ടെ. എന്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ ആള് മദ്രസിലായി. ആൾക്കൊരു ഹൈ പറയൂ. എന്താ പേര്? അമ്മു. എന്താ പേര്? അമ്മു. ചെന്നൈയിൽ ഇരുന്ന് എന്നെ ഒന്ന് ആലോചിച്ചോളൂ. 24 ആണ് കണ്ടത്. എല്ലാം 9 മണി തൊട്ട് 10. ഒരു രഹസ്യം പറയട്ടെ. പുറത്ത് പറയൂ. 20 വരെ കാണാവൂ. എന്റെ മക്കളെ എന്നോട് പറയും. അപ്പൊ മോളെ ഇന്നിപ്പോ തിരുവാതിര ഉണ്ടോ മോളുടെ? നിങ്ങൾ എവിടെ സ്കൂൾ എവിടെ പഠിക്കുക? എവിടെയാ? ഞാൻ ബാങ്ക് കോച്ചിങ് പഠിക്കാൻ. ഓക്കെ. എല്ലാരും അതിന്റെ ആൾക്കാരാണ്. എന്റെ പേര് ശ്രീജ. ഞങ്ങള് കൊടിക്കാട്ടുകാവ് തിരുവാതിര സംഘം. ഓക്കെ സന്തോഷം. നിങ്ങളെ കണ്ടു. അപ്പൊ ഇതെന്തോ പരിപാടി? നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആദ്യമേ തന്നെ SKN സാറിന് 40 വർഷത്തെ സുദീർഘമായിട്ടുള്ള ഈ മാധ്യമ രംഗത്തുള്ള സേവനത്തിന് അഭിനന്ദനം അറിയിക്കുന്നു. ഓക്കെ, ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ആശംസകൾ. നിങ്ങളുടെ ബോർഡൊക്കെ അപകടമാണ് ലഹരിയുള്ള ഭ്രമം. അതിനിടയ്ക്ക് ഒരു പരസ്യം കയറ്റിട്ടുണ്ട്, ഹോണ്ട. ഓക്കെ മക്കളെ, നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. എന്താ മോളെ പരിപാടി? എന്തുവാ മോടെ പേരെന്താ? ഫ്ലാഷ് മോവാണോ? ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ഫ്ലാഷ് മോവിലേക്ക് വരാം. എന്താ? കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അല്ലേ? ഓക്കെ, ഹയർ സെക്കൻഡറി അതിലേക്ക് വരാം. ഓക്കെ. എനിക്കിപ്പോ 78 വയസ്സ്. ജീവിതത്തിൽ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഈ ചുണ്ടിൽ പോലും എവിടെ കഞ്ചാവുണ്ടെങ്കിലും പോയി നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ ദേശീയത്തില് 3ാം സ്ഥാനം 5 കിലോമീറ്റർ ഓട്ടത്തിലും നടത്തത്തിലും. എന്താ പേര്? എന്റെ വർഗീസ് കെ തോമസ്. ഓക്കെ മക്കളെ, അപ്പൊ ലഹരി വിരുദ്ധ ഇതിലെ സേ നോ ടു ഡ്രഗ്സ് അല്ലേ? എല്ലാരും ഒന്നിച്ച് പറഞ്ഞ് സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു. ടീച്ചറെ CA ഹൈസ്കൂൾ അയക്കാട്. ടീച്ചറിന്റെ പേര്? ജയവല്ലി. ജയവല്ലി ടീച്ചറെ നമസ്കാരം. മക്കളെ, നിങ്ങളെയൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു. കുട്ടേക്കാട് വായനശാലയാണിത്. പേരെന്താ? ബാലസുബ്രഹ്മണ്യൻ. ഇതിന് ഭയങ്കര മാർക്കറ്റായി. ഓക്കെ. കഴിഞ്ഞ യോഗ ഡേക്ക് സാറിനെ കുറിച്ച് വളരെ ഉയർത്തി പറഞ്ഞു. അവിടെ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഞങ്ങള് 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആണുങ്ങളും
വീട്ടമ്മമാരൊക്കെ കളിക്കുന്നത് കോട്ടന്ന് വരികയാണ്. ഓക്കെ സ്വീകരിക്കാൻ വന്നതാണ്. നമ്മുടെ സ്വീകരണം കുറയ്ക്കാൻ പറഞ്ഞിരിക്കുകയായിരുന്നു. ഓക്കെ റെഡി ആയിക്കോട്ടെ. എച്ചമാണോ? എവിടുത്തെ എച്ചമാ? മമ്പാട് ഞാനിവിടുത്തെ വോളിബോൾ കോച്ച്. വളരെ സന്തോഷം. മക്കളെ സുഖമായിരിക്കുന്നോ? അപ്പൊ ഹെൽത്തി തരൂരിന്റെ ആൾക്കാരാണ് ഞങ്ങള്. ശശി തരൂരിന്റെ ഹെൽത്തി തരൂര് എല്ലാവർക്കും ആരോഗ്യം. 1 മണിക്കൂർ പ്രോഗ്രാമാണ്. വ്യായാമം രാവിലെ 6 മണി മുതൽ 7 മണി വരെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളിൽ പ്രോഗ്രാം ഉണ്ട്. വ്യായാമം പദ്ധതിയാണ്. നടത്തം, സ്ട്രെച്ചിങ്, ബ്രീത്തിങ്, എല്ലാ കാര്യങ്ങളും 1 മണിക്കൂർ. 24 അതിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഓക്കെ എന്തായാലും നന്നായി അത്. അപ്പൊ താങ്ക് യു പി സുമോൻ. അഭിവാദനങ്ങളുണ്ട്. ഈ ഒരു നല്ലൊരു പ്രോഗ്രാം ലഹരി വികേന്ദ്രം. എന്റെ പേര് എന്റെ പേര് സുരേഷ് വേല എന്നാണ്.